അമേരിക്കയിലെ വൈറ്റ് ഹൗസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയോട് റഷ്യ മുന്നോട്ട് വെച്ച നിബന്ധനകൾ അംഗീകരിക്കാൻ ആവശ്യപ്പെട്ടതായി റിപ്പോർട്ട്. അംഗീകരിച്ചില്ലെങ്കിൽ യുക്രൈന് സർവനാശമായിരിക്കും ഫലമെന്ന് പുടിൻ തന്നോട് പറഞ്ഞതായും ട്രംപ് സെലൻസ്കിയെ അറിയിച്ചു. മധു കൊട്ടാരക്കര അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. ദീപാവലി ആശംസകൾ. അമേരിക്കയിലൊക്കെ ദീപാവലി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അവിടുത്തെ നമ്മുടെ ഇന്ത്യക്കാരൊക്കെ ദീപാവലി ആഘോഷിക്കുമല്ലോ. അപ്പോൾ അതിനേക്കാളും പ്രധാനം ഈ വൈറ്റ് ഹൗസിൽ നിന്ന് വരുന്ന ഒരു വാർത്തയാണ്. സെലൻസ്കിക്ക് വലിയ പ്രതീക്ഷയായിരുന്നു, എന്നാൽ അത് അപ്പാടെ തകിടം മറിഞ്ഞു. അമേരിക്കയിലെ ദീപാവലി വലിയ രീതിയിലുള്ള ആഘോഷങ്ങളാണ്. നമ്മുടെ ഹാഷ്മി കഴിഞ്ഞ രാത്രിയിൽ ദീപാവലി ആഘോഷം കഴിഞ്ഞ് ഡൽഹിയിലേക്കുള്ള യാത്രയിലാണ്. ഇപ്പോൾ ഏതാണ്ട് യുക്രൈന്റെ റഷ്യയുടെ ഇടയ്ക്കുള്ള അതിർത്തിയിൽ കൂടെ 30,000 അടിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. 6 മണിക്കൂറിനകം അവിടെ ലാൻഡ് ചെയ്യും. ഹാഷ്മി പോകരുതെന്ന് ഒരുപാട് പേര് പറഞ്ഞു. ഹാഷ്മി പറഞ്ഞു, ചേട്ടാ എന്റെ ചങ്കുകുട്ടിയാണ്, ഞാൻ പോകുന്നത്. വാർത്തയിലേക്ക് വരികയാണെങ്കിൽ വെള്ളിയാഴ്ച വൈറ്റ് ഹൗസിൽ നടന്ന യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ച ഈ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിലൊക്കെ വളരെ നിർണായകമെന്നായിരുന്നു എല്ലാവരും കരുതിയത്. ഈ കൂടിക്കാഴ്ചയ്ക്ക് മണിക്കൂറുകൾക്ക് മുമ്പ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ ഒരു അപ്രതീക്ഷിത ഫോൺ കോൾ ഡൊണാൾഡ് ട്രംപിനെ തേടിയെത്തിയിരുന്നു. പക്ഷെ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് ട്രംപ് സെലൻസ്കി വെള്ളിയാഴ്ച നടന്ന കൂടിക്കാഴ്ച അത്ര സുഖകരമായിരുന്നില്ല. റഷ്യ മുമ്പോട്ട് വെച്ച നിബന്ധനകളൊക്കെ അംഗീകരിക്കുവാൻ ഡൊണാൾഡ് ട്രംപ് സെലൻസ്കിയോട് ഈ യോഗത്തിൽ ആവശ്യപ്പെട്ടതായിട്ട് പറയുന്നു. അത് അംഗീകരിക്കാത്ത പക്ഷം യുക്രൈന്റെ സർവനാശമായിരിക്കും ഫലമെന്ന് പുടിൻ തന്നോട് പറഞ്ഞതായിട്ടൊക്കെ ട്രംപ് സെലൻസ്കിയെ അറിയിക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ യുക്രൈന്റെ ഫ്രണ്ട് ലൈൻ മാപ്പുകൾ ഒക്കെ ഉണ്ട്, അതൊക്കെ മാറ്റിവെച്ചിട്ട് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പറയുന്നത് ഡോൺബാസ് റീജിയൻ പൂർണ്ണമായും റഷ്യക്ക് വിട്ടുകൊടുക്കുവാനാണ്. അതുപോലെ തന്നെ യുക്രൈന്റെ സാപ്പോറഷ്യ പോലെയുള്ള ചില ചെറിയ മേഖലകൾ കൈവശം വയ്ക്കാമെന്നും ട്രംപ് പറയുന്നു. വലിയ ഒച്ചപ്പാടായിരുന്നു ഈ യോഗത്തിൽ നിന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നീട് മാധ്യമങ്ങളെ കാണുമ്പോൾ എന്നാൽ യുക്രൈന്റെ നിലവിലുള്ള ഫ്രണ്ട് ലൈൻ ഫ്രീസ് ചെയ്തുള്ള ഒരു ഫോർമുല മതി എന്നുള്ള ഒരു നിലപാടായിരുന്നു ട്രംപിന്റെ. ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ വെച്ച് പുടിന്റെ ആവശ്യങ്ങളോടൊക്കെ പരമാവധി അലൈൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു നയമാണ് ഡൊണാൾഡ് ട്രംപ് ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. ദീർഘദൂര മിസൈലുകളൊക്കെ വേണമെന്നുള്ള ഒരു ആവശ്യവുമായിട്ട് വൈറ്റ് ഹൗസിൽ എത്തിയതായിരുന്നു സെലൻസ്കി. താങ്ക് യു മധു കൊട്ടാരക്കര. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.